പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷ ശങ്കരനാരായണനോട് പറയുന്നുണ്ട്, അച്ഛാ, നമ്മൾ വേദയെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ? അവളുടെ വിവാഹം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം. എന്തായാലും ദർശൻ ഇത്രയും കാലം അവൾക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷേ ഞാൻ ഈ വിവാഹത്തെക്കുറിച്ച് അവനുമായി സംസാരിച്ചിരുന്നു. അവൻ തീർത്തു പറഞ്ഞു വേദയെ അവനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന്. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്തായാലും അവളുടെ മുറച്ചെറുക്കനല്ലേ ശക്തി, അവനുമായി നമുക്ക് വേദയുടെ വിവാഹം അങ്ങ് നടത്തിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് വർഷ. ഇത് കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നീ എന്താ വർഷ ഈ പറയുന്നത്? ഇതിന് അവർക്കൊക്കെ താല്പര്യമുണ്ടോയെന്ന് അറിയണ്ടേ? പ്രത്യേകിച്ച് വേദയ്ക്ക്. വേദ ഇപ്പോഴും കഴുത്തിലുള്ള താലി ഊരിയിട്ടില്ല. ഈ സമയത്ത് അവളോട് ഈ കാര്യം എങ്ങനെ സംസാരിക്കാനാ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വർഷ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പതുക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കാം അച്ഛ. അച്ഛന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല, പക്ഷേ എല്ലാവരോടും ചോദിച്ച് സമ്മതമാണെങ്കിൽ മാത്രം എന്ന് പറയുന്നുണ്ട്. ശങ്കരനാരായണൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശക്തിയുടെ അമ്മ വിളിക്കുന്നുണ്ട്. ചേട്ടാ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. നമ്മുടെ ശക്തിക്ക് വേണ്ടി വേദയെ ഒന്ന് ആലോചിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കുടുംബത്തിലേക്ക് അവളെ തരുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവരുടെ താല്പര്യം കൂടി നോക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ശക്തിയുടെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മകന് 100 വട്ടം സമ്മത. അവനാണ് ഇക്കാര്യത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. പിന്നെ നിങ്ങൾ വേദയുടെ കാര്യം നോക്കിയാൽ മതി. പിന്നെ പത്മത്തിന് സമ്മതക്കുറവൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. ശരി, നമുക്ക് ആലോചിക്കാമെന്ന് ശങ്കരനാരായണൻ പറയുന്നു. ശങ്കരനാരായണൻ ഇതിനെക്കുറിച്ച് നമ്മുടെ പത്മയുമായി സംസാരിക്കുന്നുണ്ട്. പത്മം, നമ്മുടെ വേദയ്ക്ക് വേണ്ടി ശക്തിയൊന്ന് ആലോചിച്ചാലോ? എൻ്റെ പെങ്ങൾ ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ഞാൻ നിങ്ങളുമായി സംസാരിച്ചിട്ട് വിവരം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മുടെ വേദയുമേ സമ്മതിപ്പിക്കണം, പിന്നെ എൻ്റെ അമ്മയെയും. അമ്മ ഇതിനോട് അനുകൂലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിനക്ക് സമ്മതമാണോ എന്ന് ആദ്യം എനിക്കറിയണമെന്ന് പറയുന്നുണ്ട്. പത്മത്തിന് ഇത് കേട്ടിട്ട് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. പത്മത്തിൻ്റെ മനസ്സാലെ ഇതിനൊട്ടും സമ്മതമല്ല. പക്ഷേ ശങ്കരനാരായണനോട് എങ്ങനെ എതിർത്ത് സംസാരിക്കുമെന്ന് വിചാരിച്ച് പത്മം പറയുന്നുണ്ട്, അതിന് എനിക്ക് സമ്മതക്കുറവൊന്നും ഇല്ല ചേട്ടാ. പക്ഷേ നമ്മുടെ വേദ ഇതിന് സമ്മതിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നമ്മുടെ അമ്മയെ ആദ്യം നീ പറഞ്ഞ് സമ്മതിപ്പിക്ക്, പിന്നെ വേദയെ സമ്മതിപ്പിക്കുന്ന കാര്യം നമ്മുടെ അമ്മ ഏറ്റോളും എന്ന് പറയാണ്. ശരി ചേട്ടാ, ഞാൻ അമ്മയുമായി സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പത്മം അവിടെ നിന്നും പോകുന്നുണ്ട്. നമ്മുടെ വിക്രം ഇങ്ങനെ വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശക്തി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. വന്ന പാടെ അവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നുണ്ട്. വിക്രം, ഞാൻ ഇവിടെ എല്ലാം ചുറ്റിക്കറങ്ങി മടുത്തു. തനിയെ നടക്കാൻ എനിക്ക് പറ്റുന്നില്ലടാ. നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാം ഞാൻ അന്വേഷിച്ചു, പക്ഷെ ആരും ഇവിടെ നാട്ടിലില്ല. നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ ശല്യം ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ കയറി വരുന്നത്. നിനക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോടാ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? നിനക്ക് ഏത് സമയം വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നുണ്ട്. എങ്കിൽ ശരി വിക്രം, നീ ഒന്ന് എൻ്റെ കൂടെ വാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് ശക്തി. ഈ സമയം നമ്മുടെ രാജേട്ടൻ ഒന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ ശക്തിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ശക്തി, താങ്കൾ അന്ന് വന്ന സമയത്ത് നിങ്ങളോടൊപ്പം ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ ആ കുട്ടിയൊന്നും ഒപ്പം വരാറില്ലേ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ വിക്രം ശക്തി പറയുന്നുണ്ട്, ഏത് എൻ്റെ അമ്മാമ്മൻ്റെ മകൾ വേദയെക്കുറിച്ചാണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുന്നു. ആ അതെ അതെ, വേദ, അന്ന് അങ്ങനെ തന്നെയല്ലേ പേര് പറഞ്ഞിരുന്നത്? അപ്പോൾ ആ കുട്ടിയെ കൂട്ടിക്കൂടെ ഒപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. അതേ സമയം ശക്തി പറയുന്നുണ്ട്, ഇപ്പോഴും എനിക്ക് അവളുമായി ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ലല്ലോ. അവൾക്കൊരുപാട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവളെയും കൊണ്ട് വരാത്തതെന്ന് പറയുന്നു. രാജേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല ശക്തി, താങ്കൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് നാട്ടിൽ വന്നിരിക്കുന്ന ഉദ്ദേശം എന്താ? ഇയാളുടെ ഫാമിലിയൊക്കെ ഇവിടെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ശക്തി പറയുന്നുണ്ട്, അല്ല, എൻ്റെ ഫാമിലി UK ഇവിടെയും ഉണ്ട്. എനിക്കിവിടെ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. അതിനുള്ള ആളുകളൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. പിന്നെ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ നിന്നും ഇന്ത്യയിൽ നിന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. അതും മലയാളിയായ ഒരു നല്ല പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയും കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നു. ഇത് കേട്ട് രാജേട്ടനും സ്റ്റീഫനൊക്കെ പരസ്പരം നോക്കുന്നുണ്ട്. വിക്രമിനാണെങ്കിൽ ഒരു വല്ലാത്ത ഭാവത്തോടെ നിൽക്കുകയാണ് വിക്രം.
അവിടെ രാജേട്ടനാണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല. ഓരോന്നിങ്ങനെ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തിയുടെ മനസ്സിലുള്ളതെല്ലാം അറിയാൻ വേണ്ടി വീണ്ടും രാജേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ കണ്ടെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ശക്തി പറയുന്നുണ്ട്, ഏതാണ്ടൊക്കെ ഞാനിങ്ങനെ കണ്ടെത്തിയിരിക്കുന്നു, അത് ആരാ എന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് വിക്രം കയറി അങ്ങ് സംസാരിക്കുകയാണ്. ശക്തി, നീയല്ലേ പെട്ടെന്ന് പോവാമെന്ന് പറഞ്ഞത്, വാ എഴുന്നേൽക്ക്. പിന്നെ രാജേട്ടാ, ആ വണ്ടിയുടെ കാര്യം അയാൾ പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞതല്ലേ, ചെന്ന് നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് രാജേട്ടനെ പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ ശക്തി, സോറി കേട്ടോ, നിങ്ങളുടെ പണിയെല്ലാം ഞാൻ കാരണം മുടങ്ങിയല്ലേ, സോറി എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ വിക്രമിനെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു. പെട്ടെന്ന് രാധ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. വിക്രമും ശക്തിയും പോകുന്നത് കണ്ടിട്ട് രാജേട്ടനോട് ചോദിക്കുന്നുണ്ട്, രാജേട്ടാ, ആരാ വിക്രമിനോടൊപ്പം പോയത്? രാജേട്ടൻ പറയുന്നത് അവൻ്റെ ക്ലാസ്മേറ്റാണ് ശക്തി. ഇത് കേട്ട് രാധ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഓഹോ, അപ്പോൾ ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആണോ? അപ്പോൾ ഇവനെയല്ലേ അന്ന് വേദയോടൊപ്പം കണ്ടത്? ഇതെങ്ങനെ ശരിയാവും? അപ്പോൾ അവനറിയത്തില്ലയോ ഈ വിക്രമിൻ്റെ ഭാര്യയായിരുന്നു ഈ വേദ എന്നുള്ളത്? എന്തോ കുഴപ്പമുണ്ട് എന്നും ചിന്തിച്ചുകൊണ്ട് രാധ നിൽക്കുന്നു. നമ്മുടെ ശക്തിയാണെങ്കിൽ വേദയുമായിട്ട് ചിലവഴിക്കാൻ കിട്ടുന്ന ചാൻസ് ഒന്നും തന്നെ ഒഴിവാക്കാറില്ല. എല്ലാവരും കൂടിയിരുന്ന് നമ്മുടെ ശ്രീയും വർഷയും ശക്തിയും ചേർന്ന് റമ്മി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ വേദ. ഇത് കണ്ട് ശക്തി വേദയെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. വേദേ, നീ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് കളിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ശ്രീ പറയുന്നുണ്ട്, അതെ, നിനക്ക് അറിയാഞ്ഞിട്ടാ ശക്തി, ഇവൾ വലിയ പുള്ളിയാ, ഞങ്ങളെല്ലാവരും എപ്പോൾ കളിക്കുകയാണെങ്കിലും ഇവൾ ഞങ്ങളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കും, ഇതാണ് ഇവളുടെ പരിപാടി എന്ന് പറയുമ്പോൾ ശക്തി പറയുന്നുണ്ട്, വേദ നീ ഇങ്ങോട്ട് വാ, ഈ സമയത്ത് എന്തായാലും നിനക്ക് മീറ്റിംഗ് ഉണ്ടാവില്ല, UK ഈ സമയത്ത് മീറ്റിംഗ് നടക്കില്ലെന്ന് എനിക്കറിയാം, നീ വന്ന് ഞങ്ങളോടൊപ്പം കളിക്കാൻ വാ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് വേദ ഒഴിവാകാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ ശക്തി വിടുന്നില്ല. അങ്ങനെ ശക്തി പറഞ്ഞത് കേട്ട് വേദ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പതിവ് പോലെ തന്നെ വേദ തന്നെയാണ് ജയിക്കുന്നത്. പക്ഷേ ശക്തിയുടെ കാർഡ് എടുത്ത് നോക്കുന്ന സമയത്ത് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ശക്തിയാണ് വേദയേക്കാൾ മുൻപ് ജയിച്ചതെന്നുള്ള വിവരം. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ശക്തി, നീ ജയിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്താ നീ മിണ്ടാതിരുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ശക്തി പറയുന്നുണ്ട്, ചേട്ടൻ പറഞ്ഞതല്ലേ, നീയാണ് ഇവിടെ എന്നും ജയിക്കാറുന്നത്, അതുകൊണ്ട് ഇത്തവണയും നീ ജയിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിനക്ക് വേണ്ടി വിട്ടു തന്നതാണെന്ന് പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ശ്രീയും വർഷയും പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. ശക്തിയും വേദയെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വേദയ്ക്ക് അത്രയ്ക്ക് അങ്ങ് അത് ഇഷ്ടമാവുന്നില്ല. വേദ പെട്ടെന്ന് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങോട്ട് പെട്ടെന്ന് പോവുകയാണ്.